വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിന് ഇനി ഒരു ദിവസം കൂടി മാത്രം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് 19-ാം തീയതി വെള്ളിയാഴ്ച, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ കന്നി ബഡ്ജറ്റ് അവതരിപ്പിക്കും. ജനുവരി 29-ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ നടപ്പു വർഷത്തെ ബഡ്ജറ്റിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തി പരിഷ്കരിച്ചാണ് ധനവകുപ്പ് ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. R. ശങ്കറാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി. 2016-ൽ ധനമന്ത്രിയായിരുന്ന KM മാണി രാജിവെച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. അല്ലാതെ ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന R. ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. സത്വരണം, സഹാനുഭൂതി എന്നതാണ് ബഡ്ജറ്റിന്റെ പ്രമേയം. അന്താരാഷ്ട്ര വികസന കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതാവും ബഡ്ജറ്റ് എന്നാണ് പ്രതീക്ഷ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള വകയിരുത്തൽ ബഡ്ജറ്റിലുണ്ടാകും. ഇതിനകം തുടക്കമിട്ട KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിമാസം 1000 രൂപ സഹായധനം, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി തുടങ്ങിയവയ്ക്കൊക്കെ തുക വകയിരുത്തും. മുഖ്യമന്ത്രിയുടെ സിൽവർ ഇക്കോണമി സ്വപ്നത്തിന് കരുത്തേകാൻ രൂപവൽക്കരിച്ച വയോജന ക്ഷേമ വകുപ്പിനും ഫണ്ട് വേണം. പദ്ധതികളേറെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം പണം എങ്ങനെ കണ്ടെത്തുമെന്നാണ് പൊതുവെയുള്ള ആകാംക്ഷ. അതേസമയം ഭരണത്തിരക്കുകൾക്ക് തൽക്കാലം അവധി കൊടുത്ത് വി.ഡി. സതീശൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച വരെ സന്ദർശകരെ നേരിട്ട് കാണുന്നില്ല. വിവിധ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.